ണമെങ്കിൽ എങ്ങനെ ആര് തീരുമാനിക്കും? വരുന്ന ആൾ ആരാണ്? ഇയാളുടെ വരുമാന മാർഗം എന്താണ്? ഇതൊക്കെ അറിയാതെ ഭഗവാന് വേണ്ടി എന്തെങ്കിലും അവിടെ കൊണ്ട് തന്നാൽ വാങ്ങിക്കേണ്ട കാര്യം നമുക്കില്ല. ഭക്തന്മാരുടെ സംഭാവന സ്വീകരിക്കാനും അവരുടെ സ്പോൺസർഷിപ്പ് സ്വീകരിക്കാനും തടസ്സമില്ല. പക്ഷേ അത് നേരിട്ട് വരണം. വളരെ വഴി കൂടെ ഇടനിലക്കാരിൽ കൂടെ വരേണ്ട കാര്യമുണ്ട്. അതിപ്പോഴത്തെ ഒരു സംവിധാനത്തിന് തകരാറായിരിക്കാം. ആ സംവിധാനമാണ് ഞാൻ ഈ തുടക്കം തൊട്ടേ പറയുന്നത് എന്ന് പറയുന്നത്. സ്പോൺസർമാരോട് നേരിട്ട് ഇടപാട്. എന്തിനാണ് നിങ്ങൾ എന്താ സ്പോൺസർഷിപ്പ്? അതാണ് അറിയുന്നത്. നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ? അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗ്ഗം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ബാലൻസ് ഷീറ്റ് എന്താണെന്ന് നോക്കിയിട്ട് നമ്മൾ അനുവദിക്കും. സ്പോൺസർഷിപ്പ് വേണം. പക്ഷേ സ്പോൺസർഷിപ്പ് കൊള്ളരുതായ്മകൾക്കുള്ള വാതിൽ തുറന്നു കൊടുക്കാനുള്ള ഒരു മാർഗ്ഗമായിരുന്നുവെങ്കിൽ ഇനി തൊട്ടത് അനുവദിക്കില്ലെന്നുള്ളത് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു ഭാഗം നടക്കേണ്ട. അതുകൂടാതെ തന്നെ ഈ ക്യൂ പോലീസിന് നമ്പർ ഉദ്യോഗസ്ഥർ അവരുടെ ജോലി എന്താണെന്ന് അറിയണം. സെക്കൻഡ് പാമ്പ് വരെ അത്